നമ്മൾ ലേറ്റ് ആയോന്നൊരു സംശയം. ഏയ്, റിസപ്ഷൻ 7 മണിയൊക്കെ ആകുമ്പോഴല്ലേ തുടങ്ങും. ആ ഏലിയാമ്മ മേഴ്സിക്കുട്ടിക്ക് അവിടെ ഒരുങ്ങി കെട്ടി സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി. ആ, അങ്ങനെ പറ. പിന്നെ ഫൈനൽ ഇയർ ആണ്, അലമ്പിനൊന്നും പോവരുത്. എന്റെ പൊന്നമ്മ, ഇത് തന്നെയല്ലേ എല്ലാ പ്രാവശ്യം പറയുന്നത്. കോളേജ് ലൈഫ് അല്ലേ, അവൻ കുറച്ചൊക്കെ എൻജോയ് ചെയ്യട്ടെ. ചെറിയ കൊച്ചൊന്നുമല്ലല്ലോ, അവന് കാര്യപ്രാപ്തിയൊക്കെ ആയതാണ്. കോളേജ് ആകുമ്പോ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ കോളേജ് കഴിയുമ്പോൾ ഓർക്കാനൊരു രസ. ആർക്കും ഒരു എൻജോയ്മെന്റ് ഒക്കെ ഇഷ്ടമില്ലാത്ത. ബെസ്റ്റ്. ഞാൻ ഇയാളോടാ പറയുന്നത്. ഇതുപോലെ പണ്ട് എനിക്ക് തോന്നിയ ഒരു എൻജോയ്മെന്റ് കാരണമാണ് ഇപ്പൊ ഈ ഫ്രണ്ട് സീറ്റിലിരുന്ന് വണ്ടി ഓടിക്കുന്നത്. അത് നീ ആരെയോ കൊള്ളിച്ച് പറയുന്നത് പോലെ ഉണ്ടല്ലോ. നിനക്ക് സപ്പോർട്ട് തന്നെ എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ? സിദ്ധു, അച്ഛനെ കണ്ടോ? ഇല്ല. ഇയാളിതെവിടെ പോയി? ഇവിടെ എവിടെയൊക്കെ അതെ. ഇയാളിത് കൃഷ്ണേട്ടാ. യെസ്. നിങ്ങളിത് ഇവിടെ എന്താക്ക? എല്ലാരും ഇവിടെ നിങ്ങളെ ചോദിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ബിസിനസ് ഡീൽസിലായിരുന്നു. നീ ഇവിടെ വന്നേ. ഈ റിസോർട്ടിന്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോ നിനക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നില്ലേ? ആ വ്യൂ എന്റെ മനസ്സിൽ അങ്ങ് സ്ഥാനം പിടിച്ചു. എന്നാ അച്ഛൻ ഇവിടെ ഒരു വീട് വെക്ക്. ഏയ്, അത് വേണ്ട. ഇത് ഏകദേശം എന്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ചിട്ട് 4-5 ഏക്കർ കാണും. ഇവരോട് ചോദിച്ചപ്പം ഇത് ഇവരുടെ അറിവിലുള്ള പ്രോപ്പർട്ടി അല്ലാന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ ഒന്നും നോക്കിയോ. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? ആൾക്കാരുടെ എണ്ണം കൂടി പോയി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞേനെ. മോനെ സിദ്ധു, നീ എന്നെ വിളിച്ചില്ലായിരുന്നോ? എന്തിനായിരുന്നു? ചത്താലും തിരിഞ്ഞു നോക്കരുത്, നേരെ നടന്നു. അച്ഛനല്ലേ, എന്തിനാ വെറുതെ? നിങ്ങളെപ്പോ എത്തി? ഞാൻ നിന്നെ എവിടൊക്കെ തപ്പിന്നറിയോ? എന്തേ? സാധനം കയ്യിലുണ്ട്, ഇറക്കിയാലോ? ദേ വരുന്നു. എന്നാ അച്ഛനങ്ങോട്ട്. ഇനി അമ്മ എങ്ങനെ അന്വേഷിച്ചു വരികയാണെങ്കിലേ നീ ഒരു മിസ് അടിച്ചേക്കും. അല്ല നിങ്ങള് റിച്ച് എവിടെ? അവൻ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. നീ ഒന്ന് അവനെ വിളിച്ചു നോക്ക്. ഇവനൊക്കെ ഇതിന്റെ ഇടയ്ക്ക് എവിടെ പോയി തപ്പാനാ? അല്ല, ആരിത്? സിദ്ധുമോനോ? അയ്യോ, ഇത് ഇവിടെ എത്തിയോ? ഇതിന് വല്ല കുഴമ്പം തെച്ച് വീട്ടിലിരുന്നാ പോരെ? അമ്മച്ചി, എന്തൊക്കെ ഉണ്ട്? സുഖാണോ? കൊറേ ആയല്ലോ കണ്ടിട്ട് മോനെ. മോനെന്തോ സുഖമില്ലാന്ന് കേട്ടല്ലോ. പിന്നെ എന്തോ ബാൻ ചെയ്തൂന്നോ, സസ്പെൻഷൻ കിട്ടിയെന്നോ? ബാനോ? ബാൻ ചെയ്യാൻ ഞാനേര്? ഏയ്, ബാനൊന്നും ചെയ്തിട്ടില്ല. ഇത് അമ്മച്ചീനെ ആരോ പറഞ്ഞു പറ്റിച്ചതാ. അങ്ങനെ ആവൂല. റിച്ച് മോൻ എന്റെ അടുത്ത് അങ്ങനെ തന്നെയാ പറഞ്ഞു. കിടത്തിണ്ടി. അതെ, അവൻ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അമ്മച്ചി ഇതൊക്കെ ഈ വയസ്സാം കാലത്ത് സീരിയസ് ആക്കി എടുക്കണോ? എന്നായാലും ഞാൻ പണ്ടേ പ്രിയനോട് പറഞ്ഞതാ, നിന്നെ ഒന്ന് ആ പള്ളിക്കുന്ന് കൊണ്ടുപോയൊരു നേർച്ചയൊക്കെ കഴിപ്പിക്കാൻ. നേർച്ച കൊടുക്കാൻ ഞാൻ വല്ല നേർച്ചക്കോഴി വേണോ? എങ്ങനെ പോകുന്നു പഠിത്തം? സപ്ലി ഒക്കെ വാങ്ങിക്കുക? ശ്രമിക്കുന്നുണ്ട്. എന്ത് സപ്ലി വാങ്ങിക്കാനാണോ? അല്ല, പഠിക്കാൻ. ഇന്നത്തെ കാലത്ത് സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ല. ബുദ്ധി വേണം, വിവരം വേണം, ഒരു ക്ലാസ്സും വേണം. അമ്മച്ചി വീണ്ടും. നീ ആ റിച്ചോനെ കണ്ട് പഠിക്കണം. അവൻ വെക്കേഷന് പോലും എന്തോ എൻട്രൻസിന് വേണ്ടി പഠിക്കാ. ഈ കല്യാണത്തിന് വന്നിട്ട് പോലും ബുക്ക് അവൻ താഴെ വെച്ചിട്ടില്ല. പഠിത്തം കഴിഞ്ഞ ജോലി കിട്ടണം എന്നുള്ള ബോധമുണ്ട് എന്റെ റിച്ചോന്. അങ്ങനെ വല്ല ബോധവും നിനക്കുണ്ടോ കൊച്ചനെ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഈ പറഞ്ഞ റിച്ചോനെ എവിടെ തപ്പിയാ കിട്ടും അമ്മച്ചി? അവന്റെ ആ റൂമിലുണ്ട്. പിന്നെ മോനെ, അമ്മച്ചി ഉപദേശിക്കാന്ന് വിചാരിക്കരുത്. അത് പറഞ്ഞപ്പോഴാ ഞാൻ ഈ പറയുന്നത് അമ്മച്ചി എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അമ്മച്ചി ബിസിനസ് ക്ലാസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് പറ. വയസ്സൊക്കെ ആയില്ലേ, എവിടെയും ഒരു മൂലയ്ക്ക് കൊന്തയും ചൊല്ലി ഇരുന്നാ പോരെ. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് തരും.
അതിൽ കയറി പോകേണ്ടി വരും കേട്ടോ. അല്ലേ എല്ലാവർക്കും എന്തൊക്കെ അറിയണം. അന്നേരം എന്റെ ഈ സൗന്ദര്യം എനിക്കൊരു ശാപമാണ്. അതെ അതെ, പാവങ്ങൾക്ക് എന്തിനാ ഇത്രയും സൗന്ദര്യം വാരിക്കോരി കൊടുക്കുന്നത്? ആഹാ, ആരിത്? ഇങ്ങോട്ട് വന്നേനി, ഇങ്ങ് നിന്നേനി. സോറി ബ്രോ, അമ്മച്ചി പറഞ്ഞതെല്ലാം കേട്ട സ്ഥിതിക്ക് ഒരടി ഞാൻ മുന്നോട്ട് വെക്കൂല. 1 ഹാൻഡ് ഡിസ്റ്റൻസിലുള്ള ടോക്സ് മാത്രം മതി. പോളെങ്കിൽ, അതായത് നിന്റെ അച്ഛൻ എന്റെ അമ്മയുടെ ചേച്ചിനെ കിട്ടിയെന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം ആ പോയ അമ്മച്ചിനെ ഞാൻ വെറുതെ വിട്ടത്. ആ പിന്നെ, അല്ലെങ്കിൽ നീ എന്തൊക്കെയോ വല കുറച്ച പോലെ എപ്പോഴും എന്നെ കാണുമ്പോ അതിന് വല്ലാത്തൊരു ചൊറിച്ചില്ല. വൈകാതെ ഞാനത് മാറ്റുന്നുണ്ട്. അല്ല, ഞാനറിയാതെ നീ ഏത് എൻട്രൻസിനാ പഠിക്കുന്നേ? വാ, കാണിച്ചു തരാം. ഇങ്ങോട്ട് വാട മുത്തേ, നോക്ക്. അയ്യേ ഭക്ഷണം. ഓ, ഒരു പുണ്യാളൻ. എവിടെ നൊപ്പിച്ച് റിച്ചു അല്ല സുമ്മവാ. അവരുടെ ഡയലോഗടി കേട്ടപ്പോ അമ്മച്ചിയാണേ സത്യം നിനക്കിട്ട് 2 പൊട്ടിക്കാനാ തോന്നി. അത് നീ വിട്, ഇത് നോക്ക്, ഫ്രഷ് പീസാണ് മോനെ. ഇതിന്റെ കവർ പേജ് ഇതൊരു വരില്ല. പക്ഷേ ജീവിത സാഹചര്യം നല്ലതല്ലാത്തത് കൊണ്ട് അത് ബ്രൗൺ പേപ്പർ വെച്ചെങ്കിൽ പൊതിയേണ്ടി വന്നു. അതെ, എനിക്ക് ഇവിടെ നിന്നിട്ട് ബോറടിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അങ്ങ് സ്കൂട്ടായാലോ? അപ്പൊ നിന്റെ ഡാഡി മമ്മിയോട് നീ എന്ത് പറയും? റൂമിൽ പോവാന്ന് പറയും. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ റൂമിൽ പോവാന്ന്. ഇനി തിങ്കളാഴ്ച മുതൽ കോളേജിൽ പോകണമെങ്കിൽ ഒന്നൊന്ന് തുടങ്ങണം. എവിടെയാ എന്താന്ന് ഒരു ഓർമ്മയുമില്ല. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് സ്കൂട്ടായിട്ട് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള വല്ല സ്ഥലത്തും പോയിരിക്കാനാണ്. റൂമെങ്കിൽ റൂം, കിടന്നെങ്കിലും ഉറങ്ങാലോ. അല്ല, അപ്പൊ അച്ഛനും അമ്മയും എന്നാ തിരിച്ചു പോകുന്നേ? നമ്മളുടെ 2 വട്ടം പാരന്റ്സ് ഒരുമിച്ചാ ഇവിടുന്ന് പോകുന്നേന്ന് പറഞ്ഞു. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എടാ, ഡോറ് തുറക്കുന്നില്ല. കീ അത് തന്നെയാണോ നോക്ക് നീ? കീ ഇത് തന്നെയാ, ഉള്ളിൽ ആരോ കൂട്ടിയിട്ടുണ്ട്. നീ ഇങ്ങ് മാറിക്കേ. ശരിയാണല്ലോ. ഉറപ്പിച്ചോ ഇത് പ്രേത? ആദ്യം അന്നേ പറഞ്ഞത് ഇവിടെ പ്രേതശല്യം ഉണ്ടെന്ന്. കേട്ടില്ല നീ. മിണ്ടാണ്ടിരിക്കടാ. സർപ്രൈസ്! നിങ്ങക്ക് എന്താ പ്രാന്താണോ? ഞാൻ ഈ പൊട്ടത്തിനോട് അപ്പോഴേ പറഞ്ഞതാ വേണ്ടെന്ന്. അപ്പൊ അവക്ക് സർപ്രൈസ് കൊടുക്കണം പോലും. എന്റെ 350 രൂപ കിടക്കുന്ന കിടപ്പ് കണ്ടോ? എച്ചക്കണക്ക് പറയാതെ അവന്റെ ഒരു 350 രൂപ അത് ഞാനങ്ങ് ജീപേ ചെയ്തോളാം. കണ്ടാ മതി. നിങ്ങളൊക്കെ ആരാ? എന്താ ഇവിടെ? തൽക്കാലം ഒന്നും ഓർമ്മിപ്പിക്കണ്ട, ഉറങ്ങിക്കോട്ടെ. നീ ഉറങ്ങിക്കോടാ. എന്നാ ഞാനങ്ങ് പോട്ടെ. ബോധം വരുമ്പോ ഒന്ന് വിളിച്ചാ മതി. അപ്പം ബൈ, സീ യു ഡാ, ഗുഡ് നൈറ്റ്. അപ്പുറത്തെ റൂം വരെ പോവാൻ നിനക്ക് എന്തിനാ ഇത്ര യാത്ര കുറച്ചിലൊക്കെ? അപ്പുറത്തെ റൂമോ? അതറിഞ്ഞില്ലല്ലേ. ഞങ്ങൾ ഇനി നിങ്ങളും കൂടെയാ. ഇപ്പൊ ഒന്നും പറയണ്ട, ബാക്കി രാവിലെ. അല്ല, ഇവളുടെ വീട്ടുകാര് സമ്മതിച്ചോ അതിന്? ഇതാരുടെ ഫ്ലാറ്റാ? നിന്റെ അച്ഛന്റെ. സിമ്പിൾ, ഹിൽസ് പ്രൂവ്ഡ്. അല്ല, അപ്പൊ നീയോ? ഞാനോ? ഇനിയിപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് നിങ്ങൾക്കൊക്കെ വിഷമായാലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനും പോന്നു. ഈശ്വരാ, ഇനി എന്തൊക്കെ കാണണോ എന്തോ. റിച്ചു, ഒന്ന് എണീക്ക്, ലേറ്റ് ആയി. നീ എന്തിനാ രാവിലെ തന്നെ കൂക്കി വിളിക്കുന്നേ? എഴുന്നേറ്റോളാന്ന് കൊറേ നേരമായി പറയുന്നു. ആ ആസൻ അവിടെ നിന്ന് പൊക്കടാ, ലേറ്റ് ആയി. ആഹാ, അത്രയ്ക്കായോ? ആയിഷോ, വിളി, നീ നീട്ടി വിളിക്ക്. എന്താടാ? ഇതിനെ എഴുന്നേപ്പിക്കാൻ നിനക്ക് 2 മിനിറ്റ് തരും. വേഗം എന്താന്ന് വെച്ചാ ചെയ്തോ. അല്ല, നീ എന്താ ഇവിടെ? അതൊക്കെ വഴിയെ പറയാം. മര്യാദക്ക് എഴുന്നേറ്റ് പോയി റെഡി ആയിക്കോ. എടാ സിദ്ധു, ഒന്ന് ഇറങ്ങടാ. എത്ര നേരായി കേറിയിട്ട്. എനിക്കിനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വേഗം ഒന്ന് ഇറങ്ങോ. നീ എന്താ ഇവിടെ താജ്മഹൽ പണിയാണോ?
ഹായ് റിച്ചു, ഗുഡ് മോർണിംഗ്. നീ എന്താ ഇവിടെ? ഇറ്റ്സ് എ ലോങ് സ്റ്റോറി മൈ ഡിയർ. ഇപ്പൊ പറയാൻ ടൈമില്ല, വേഗം ചെല്ലി, അല്ലെങ്കിൽ ഇവിടെ നാറ്റക്കേസാവും. വിട്ടോ വിട്ടോ. ഇവിടെ കാണാൻ കൊള്ളാവുന്ന ആരുമില്ലല്ലേ? ശരിയാ, നമ്മളെ ഗ്ലാമറിന് മച്ചായ ആരുമില്ല. അല്ല, ആരിത്? ഋത്തിക് റോഷനോ? വേണ്ട, നീ നോക്കിക്കോടി, എനിക്കും കിട്ടും ഒരു ഐശ്വര്യ റായിനെ. ആ കിട്ടും കിട്ടും. ഐശ്വര്യ റായി ഉണ്ടാവില്ല, ഒരു ഐശ്വര്യ മനോജ് ഉണ്ട്, അതിനെടുക്കട്ടെ. അയ്യേ, എനിക്കൊന്നും വേണ്ടേ കണ്ണാപ്പിനെ. ആരടി കണ്ണാപ്പി? ഒന്ന് നിർത്തുവോ? കണ്ടാ തുടങ്ങും രണ്ടുപേരും കീരിയും പാവും പോലെ. അല്ലേലും പ്രേമിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് 3 കൊല്ലായില്ലേ? ഇനിയെങ്കിലും അവര് മെച്യൂരിറ്റി കാണിക്കും. പ്ലസ് 1 പഠിച്ചപ്പോ എല്ലാവരും പറഞ്ഞു, മോനെ ഇതാണ് നിന്റെ ജീവിതത്തിൽ ആദ്യത്തെ വഴിത്തിരിവ്. എനിക്ക് ഇങ്ങനൊരു വഴിത്തിരിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അല്ലേ, പറയുന്നത് കേട്ടാ തോന്നും ഞാൻ നിന്റെ പുറകെ നടന്ന് വെറുപ്പിച്ചതാണ്. കരഞ്ഞ് വിളിച്ച് മൂക്കൊലിപ്പിച്ച് പുറകെ നടന്ന് ലാസ്റ്റ് സഹതാപം തോന്നി പ്രേമിച്ചപ്പോ കുറ്റം മൊത്തം എനിക്ക്. മതി, നിർത്തിയടാ, നിർത്തി. കേട്ടിട്ടുണ്ട്. നിനക്കൊക്കെ അഹങ്കാരല്ലേ? എല്ലാത്തിനെ പൊന്നുപോലെ നോക്കിക്കൂടാ നിങ്ങൾക്കൊക്കെ? അതിങ്ങനെ സിംഗിളായിട്ട് നടക്കുമ്പോ നിനക്ക് തോന്നും. കെട്ടിക്കഴിയുമ്പോ മോനെ, നിനക്കാണ് ഇവിടെ ഇല്ലാത്തതിന്റെ അഹങ്കാരം. എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നു, അസൂയ. നോക്കിക്കോ, എനിക്കും കിട്ടും. അന്നൊരു തണുത്ത കാറ്റ് വീശും, ദൂരെ മണിനാദങ്ങൾ മുഴങ്ങി കേൾക്കും. പൂന്തോട്ടത്തിലെ റോസാപ്പൂക്കൾ കൂടുതൽ ചുവന്നു തുടുക്കും. ഇതൊക്കെയാണ് മോനെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരുടെ ഉള്ളിൽ വരുന്നത്. ഇവിടെ ഉണ്ടോ ഒരെണ്ണം? എനിക്ക് എന്താണ് ഒരു കുറവ്? നീ എന്തെങ്കിലും എന്നോട് ഇങ്ങനെ 2 വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഓഹോ, ഇതൊക്കെ എന്ത്? ഇതാ പിടിച്ചോ. നീ എന്നെ നോക്കുമ്പോൾ എന്റെ വയറ്റിൽ ഐസ്ക്രീം ഒരുങ്ങുന്നത് പോലെ തോന്നും. അതുവരെ മിണ്ടാതിരുന്ന ചീടുകൾ ഒച്ചയുണ്ടാക്കി ചിരിക്കും. ഇനി നീ ആ വാ തുറക്കരുത്, അല്ലേലും കഴിവുള്ളവരെ പണ്ടേ ലോകം അംഗീകരിക്കില്ലല്ലോ. സിദ്ധു, ഒന്ന് വരുവോ? ഇത് ഇതുവരെ തീർന്നില്ലേ? എങ്ങനെ തീരാനാ? ഇവൻ അവളുടെ അസ്ഥിക്ക് പിടിച്ചിരിക്കാന്നല്ലേ കോളേജ് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവന്റെ ഒക്കെ ഒരു ഭാഗ്യം, നിനക്കില്ലാഞ്ഞിട്ടല്ലോ. അതല്ല, എന്നാലും ഇതൊക്കെ ഒരു രസല്ലേ? മോനെ ആദി, അധികം വളവ് വേണ്ടേ? UK-യിലേക്ക് അവള് മാത്രമേ പോയിട്ടുള്ളൂ, ഞാനിവിടെ ഉണ്ട്. എനിക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വലിയ താമസമൊന്നും വേണ്ട. അത് ഓർമ്മ ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞ അഡ്വൻസിനെ നോക്കണ്ടെന്ന്. അപ്പൊ നിനക്ക് നോക്കിയേ പറ്റുള്ളൂ. അല്ല പിന്നെ നീ എന്തിനാ അവളെ പ്രേമിച്ചേ? അത് എനിക്കിഷ്ടായതുകൊണ്ട്. അപ്പൊ ഞാൻ എന്താ ഫിലിം ടിക്കറ്റ് കിട്ടാൻ പുറകെ നടന്നതാണോ? അവക്ക് ഇവിടെ പഠിച്ചാ പോരെ എന്നോ? അവളോട് ചോദിച്ചോളായിരുന്നോ? കഥാനായകൻ പതിവില്ലാണ്ട് വളരെ സന്തോഷത്തിലാണല്ലോ തിരിച്ചു വരുന്നേ. 500 വാൾട്ടിന്റെ ബൾബ് കത്തിച്ചതുപോലെ ഉണ്ടല്ലോ. അവളെന്താ പറഞ്ഞ? എനിക്കിതെങ്ങനെയാ പറയണ്ടേന്ന് അറിയില്ല. ഇത്രയും കാലം ഞാൻ ചെയ്തത് തെറ്റാ. നിന്നെ കൊണ്ട് തിരിച്ചിഷ്ടാന്ന് പറയിപ്പിക്കാൻ ഞാൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ കാണിച്ചു. നിനക്ക് അതൊക്കെ ഒരു ഭാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഒരിക്കലും ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല സിദ്ധു. ലെറ്റ്സ് ബി ഗുഡ് ഫ്രണ്ട്സ്. താങ്ക് യു ആൻഡ് ബൈ. ഇത്രയും പറഞ്ഞ അവള് പോയി. അയ്യോ, അതെന്താ പെട്ടെന്നോ? 5 മാസം ആവാനായി. അവളെ സംബന്ധിച്ച് ഇതൊക്കെ കൂടുതലാ. ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ട്രൂ ലവ് ആയിരിക്കുന്നു. സാധാരണ കൂടി പോയ ഒരാഴ്ച, അതില് കൂടുതൽ അവള് പോവാറില്ല. പാവം, നല്ല വിഷമായിട്ടുണ്ടാവൂലേ? പിന്നെ നിങ്ങൾക്ക് അവള് പരിചയമായിട്ടൊന്നുമല്ലല്ലോ. അവള് വേറെ ആരെയും കണ്ടുപിടിച്ചാണ്. ഏയ്, ഇനി കുറച്ച് മാസങ്ങളും കൂടെ കഴിഞ്ഞ എന്താ ചെയ്യണ്ടെന്ന് പോലും അറിയാണ്ട് മേലോട്ട് നോക്കിയിരിക്കാം. എത്ര നേരമായി ഫുഡിന് വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് വിശക്കണു. അതെ, 1-2 സാധനങ്ങളൊന്നും അല്ലല്ലോ ഓർഡർ ചെയ്തത്. എന്നുമില്ലല്ലോ, എപ്പോഴേലും അല്ലേ. Token number 4, your parcel is ready.
സാർ. എന്താ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ? എന്താ ഊഹോ? നിങ്ങൾക്കൊക്കെ എന്താ? ഞാൻ ആ കണ്ണ് മാത്രമേ നോക്കിയുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ദാറ്റ്സ് ഇറ്റ്. സിദ്ധു, നിന്റെ വണ്ടി എപ്പോഴാ കിട്ടുക? നടന്ന് നടന്ന് മടുത്തടാ. ഇങ്ങനെ നടക്കാണ്ട് ഫുഡും കഴിച്ച് മലന്ന് കടന്നോ? എക്സസൈസും ചെയ്യൂല. ബലൂണ് പോലെ വീർത്ത് വീർത്ത് വരുന്നത് വെറുതെയാണോ? എന്റെ കയ്യില് പൈസ ഉള്ളതുകൊണ്ടാണ് ഞാൻ നല്ലപോലെ ഫുഡ് കഴിക്കുന്നത്. നിനക്ക് വല്ല നഷ്ടമുണ്ടോ? നീയല്ലല്ലോ എനിക്ക് ചെലവിന് തരുന്നത്. സിദ്ധു, നിന്നെ അന്വേഷിച്ച് ഒരാള് വന്നിട്ടുണ്ട്. അടുത്ത കൺഫ്യൂഷൻ ആയിരിക്കും. ഇവന്റെ ഒക്കെ ഒരു ഭാഗ്യ. ഹേ ഗായ്സ്. ഹായ് ലീസ. നീ ഇവിടെയാണ് ഉദ്ദേശിച്ചേ? യെസ് യെസ്. അല്ല, എന്താ പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ കുട്ടി, ഞാൻ എത്ര തവണ പറഞ്ഞു കുട്ടീനോട്, ഞാൻ കുട്ടിക്ക് ചേർന്നതല്ല കുട്ടി. കുട്ടിക്ക് സൗന്ദര്യമുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു ക്ലാസ് ഉണ്ട്. ബട്ട് ആ ക്ലാസ്സിൽ എനിക്ക് കയറാൻ പറ്റില്ല. ഇങ്ങനെ വാശി പിടിക്കരുത് കുട്ടി. ലൈഫ് ആകുമ്പോ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. കുട്ടിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ? നിനക്കെന്താ വയ്യേ? ഞാൻ അതൊന്നും പറയാനല്ല വന്നേ. ട്യൂസ്ഡേ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമില് എനിക്കൊരു പാട്ട് പാടണം. സോ ഐ നീഡ് യുവർ ഹെൽപ്പ്. മലയാളം അറിയില്ലാന്നുണ്ടോ? അതല്ല, ഞാനെങ്ങനെ? കോളേജിലുള്ള എല്ലാവർക്കും നീയാണ് യേശുദാസും ഹരിശങ്കറും ഒക്കെ. അപ്പോ എന്നെ ഒരു സ്റ്റേജിൽ എന്റെ കഴിവ് തെളിയിക്കാൻ സഹായിക്കണം. ഭാവിയിലെ ചിത്രയോ ശ്രേയ ഘോഷാലൊക്കെ ആയില്ലെന്ന് ആര് കണ്ടു? അതെ അതെ. സോ ഇന്ന് ഈവനിങ് മുതൽ നമ്മൾ പ്രാക്ടീസ് തുടങ്ങും. ഓക്കെ, ബൈ ആദി. ഹായ് ബൈ. അതെന്താ എന്നോട് മാത്രം ഒരു ബൈ? അവക്ക് എന്നോട് എന്തോ ഉണ്ട്. സാർ, ഒരു ഓട്ടോഗ്രാഫ് തരുമോ സാർ? പോടാ. പ്രാക്ടീസ് കൊടുക്കാൻ പോകുമ്പോ കൂടെ നിങ്ങളും വരണം. ഓക്കെ? ഡബിൾ ഓക്കെ. ആക്ച്വലി ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്ത് തന്നാൽ മാത്രം മതി. ഓക്കെ ഓക്കെ. ആദി, ഇതൊന്ന് വീഡിയോ എടുക്കണം. ഇവന്റെ ഫേസ് വേണ്ട, എന്റെ ഫേസ് മാത്രം മതി. ഇവന്റെ ബാക്ക് വന്നാ കുഴപ്പമുണ്ടോ? ആ, ഇറ്റ്സ് ഫൈൻ. അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് ഒറിജിനാലിറ്റി ഫീൽ ചെയ്തോട്ടെ. അല്ലേലും അത് ഒറിജിനൽ ആണല്ലോ. Let's start the session, right? You know you love me. I know you care. You should know never, and I'll be there. You are my love. You are my heart. I will be never, ever, ever be apart. നീ ഭാവിയിൽ ആരാകുന്ന നീ പറഞ്ഞേ? ചിത്ര. നോ, ആ പേര് പറയാനുള്ള അവകാശം പോലും നിനക്കില്ല. ഞാനൊരു കാര്യം പറയട്ടെ, അസൂയ കൊണ്ട് പറയല്ല, നിന്നെ കൊണ്ട് ഇത് പറ്റൂല. സത്യം പറഞ്ഞാൽ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. The thing is, എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? എന്താ? ഒന്നുമില്ല. ഇഷ്ടായതുകൊണ്ട് എനിക്ക് അവനെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കണം. അവൻ അത്യാവശ്യം നല്ലോണം പാടും. അവൻ പാടിക്കോട്ടെ, പക്ഷെ നീ പാടണ്ട. നിനക്ക് ഇംപ്രസ് ചെയ്യിപ്പിച്ചാ പോരെ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. സീരിയസ്ലി? നോ. യെസ് ഓഫ് കോഴ്സ്. നോ, യു നോട്ടി. പോടാ. ആരാള്? അതറിയൂല. അപ്പൊ നിന്റെ സ്വപ്നത്തിൽ വല്ലതും വന്നതാണോ? ഇഡിയറ്റ്. അവനെ എനിക്ക് അറിയില്ല. ഈ കോളേജിൽ ജോയിൻ ചെയ്ത് 3 കൊല്ലമായെങ്കിലും 1-2 പ്രാവശ്യം ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ. അവന് അന്നൊന്നും വലിയ ലുക്ക് തോന്നിയില്ലെങ്കിലും ഇന്നലെ അത്രയും അടുത്തുനിന്ന് കണ്ടപ്പോ അവന്റെ കണ്ണ് എന്റെ ഹാർട്ടിലേക്ക് കുത്തി കയറുന്ന പോലെ ഒരു ഫീല് തോന്നി. അതിന് അവന്റെ കണ്ണ് വല്ല M4 ആണോ? ഇതിന്റെ വായ അടച്ചെടുക്കാൻ വല്ല വഴിയുണ്ടോ? റിച്ചു, കം ടു പാപ്പ. മതി, എനിക്ക് എത്ര ഡീറ്റെയിൽസ് മതി. ഇനി ആ ചെക്കൻ ഒന്ന് കാണിച്ചതാ, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ഇതെങ്ങനെ വർക്കൗട്ട് ആക്കും? ആക്ച്വലി നിങ്ങൾ ആരും അറിയാതെ പോയ ഒരു ഫിലിം റൈറ്റർ ആണ് ഞാൻ. തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളടാ. തള്ളിയതല്ല,
ഇതുവരെ എഴുതിയിട്ടില്ലെങ്കിലും ഐ ഹാവ് ദ ബെസ്റ്റ് ലവ് പ്ലോട്ട്സ്. അതിലേതെങ്കിലുമൊക്കെ ഒന്ന് വർക്കൗട്ട് ആവും ഉറപ്പാ. ഭാവിയിൽ ഇതൊരു ഫിലിം ആക്കാലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്താ പട്ടി? ഇന്നലത്തെ അതേ പെർഫ്യൂമിന്റെ സ്മെല്ല്. അതെ, ഇതത് തന്നെ. എന്ത് പെർഫ്യൂം? ഇന്നലെ നമ്മൾ കഫേലിരിക്കുമ്പോ ഒരാളെ കണ്ടില്ലേ, അപ്പൊ എനിക്ക് കിട്ടിയ അതേ സ്മെല്ല്. സ്മെൽ അത് നല്ലതാണല്ലോ. അതല്ലട പൊട്ട. നീ പൊട്ടം കളിക്കാതെ കാര്യം പറ. എനിക്കൊരു ഹെൽപ്പ് വേണം. ഇതിന്റെ മണം വെച്ച് നമുക്ക് എങ്ങനെയും അതിന്റെ ഓണർ കണ്ടുപിടിക്കണം. മണം വെച്ച് കണ്ടുപിടിക്കാൻ ഞാൻ പോലീസ് നായൊന്നല്ല. അല്ല, ഈ പെർഫ്യൂം കിട്ടിയിട്ട് നിനക്കെന്തിനാ? എടാ, ഓ ഇവനെ കൊണ്ട്. എടാ, അവന് പെർഫ്യൂം അല്ല വേണ്ടേ, അതിന്റെ ഓർഡറാണ് വേണ്ടേ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ബ്രോ, ജസ്റ്റ് കോമൺ സെൻസ്. ഓ, അതുള്ളതിന്റെ അഹങ്കാരല്ലേ നിനക്ക്? ആണെങ്കി നോക്കിക്കോടി, ഏത് പട്ടിക്ക് ഒരു ദിവസമുണ്ട്. നീ കുറിച്ചു വെച്ചോ. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നോട് തന്നെ ഹെൽപ്പ് ചോദിച്ചേ. യു ടു. ഓക്കെടാ, ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. പെണങ്ങല്ലടാ, ഒന്ന് ഹെൽപ്പ് ചെയ്. നിന്നോടൊന്നും ഞാൻ ഇതുവരെ ഇങ്ങനെ ഹെൽപ്പ് ചോദിച്ചിട്ടില്ലല്ലോ. അതില്ല. പ്ലീസ്. എന്റെ കണ്ണിലെ കൃഷ്ണമണിയല്ലേ നീ? ഓവറാക്കി ചളാക്കണ്ട. ആദ്യം കൂടി വരട്ടെ. ദാ പറഞ്ഞു തീർന്നില്ല, അപ്പളേക്കും ആളെത്തി. ഈ ജന്തു തല്ലിക്കൊന്നാലും ചാവൂലല്ലോ. പോയിട്ട് ഇത്ര പെട്ടെന്ന് വന്നോ? അത് നമ്മള് വിചാരിച്ചതുപോലെയല്ല, കുറച്ച് റിസ്ക് ആണ്. ആളെ കണ്ടോ? കാണുകയും ചെയ്തു, പോയി സംസാരിക്കുകയും ചെയ്തു. എന്ത് ചാടയച്ചക്കന്! ഞാൻ അത്രയൊക്കെ തൊണ്ടയിലെ വെള്ളം വറ്റിച്ച് സംസാരിച്ചിട്ടും ചത്താലും വാ തുറക്കൂലെന്ന് പറഞ്ഞിരിക്കുക. വാ തുറന്നാത്ത അവന്റെ പല്ല് ഒഴിഞ്ഞു പോവോ? അഹങ്കാരി, വേറോ അഹങ്കാരി. നീ ഒറ്റ നോട്ടത്തിൽ അവനെ ജഡ്ജ് ചെയ്യല്ലേ. അവൻ ചിലപ്പോ ഇൻട്രോവേർട്ട് ആണെങ്കിലോ? തേങ്ങ. ഇൻട്രോവേർട്ട് ഒന്നല്ല, അവൻ ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല പോലും. ആഹാ, അപ്പൊ അവൻ നമ്മളെ ടീമില് കൂട്ടാലോ. ഇവിടെയല്ലേ ഒരുത്തൻ. അത് പറ്റൂല. ബട്ട് ബൈ. അവൻ മറ്റേ LGTV ആണ്. LGTVയോ? ആടാ, അവന് ഗേൾസിനോടൊന്നും അട്രാക്ഷൻ അല്ല, ഓൺലി ബോയ്സ്. എടാ കഴുതേ, LGTV അല്ല, LGBTQ. ശരിക്കും? സീരിയസ്ലി? ആ, യാഹൂ! ഈ ചെക്കൻ. ഓ ഷിറ്റ്. എന്നാലും എന്റെ പൊട്ട, നീ ഇത്രയും കൊല്ലം കൂടെ നടന്നിട്ട് ഒരു വാക്ക് പറയായിരുന്നു. സമയം കാലൊക്കെ നോക്കിയിട്ട് പറയാന്ന് വിചാരിച്ചു. ഐഷു, നിനക്കൊന്നും പറയാനില്ലേ? എനിക്കിതൊക്കെ പണ്ടേ അറിയായിരുന്നു. ഓഹോ, ഫ്രണ്ട്സിനിടയിലുള്ള ഫ്രണ്ട്സ്, അത് നിങ്ങളാണല്ലേ? ഉണ്ടാ, ഇത്രയും കാലം ഇത്രയും ലുക്കുള്ള പെൺകുട്ടികൾ വന്നിട്ടും ഇവന് തിരിച്ച് സ്പാർക്ക് അടിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ദിവസം ചോദിച്ചു ഇവനോട്. ഇതൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കണമെങ്കിലേ കോമൺ സെൻസ് വേണമായിരിക്കും. അല്ല, ഒരു ഫ്രണ്ടിനെ മനസ്സിലാക്കാനുള്ള കഴിവാണ്. അല്ല, നേരത്തെ പറഞ്ഞ ഈ മണം അത് ഇനി എവിടുന്ന് കണ്ടുപിടിക്കും? അതറിയൂല. ഇനി ഞാൻ പറഞ്ഞ ആള് അവനാവാനുള്ള ചാൻസ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ആദ്യം മനസ്സിലാവൂലേ? അതെങ്ങനെ? ഇവൻ ഏത് പെർഫ്യൂമിന്റെ സ്മെല്ലാ കിട്ടിയെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? പോരാത്തതിന് ആ ചെക്കന്റെ അടുത്ത് പോയപ്പോ എനിക്ക് പ്രത്യേകിച്ച് മണമൊന്നും കിട്ടിയില്ല. ആ ചെക്കനാവല്ലേന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അവന്റെ ഒരു മാസ്കും കണ്ണടയും തൊപ്പിയും. മാസ്ക് ഉണ്ടായിരുന്നോ? നമ്മളന്ന് കഫേന്ന് കണ്ടാക്കും മാസ്ക് ഇല്ലായിരുന്നോ? അത് വെച്ച് പറയാൻ പറ്റൂല. ഇവിടെ പകുതി പേര് മാസ്ക് യൂസ് ചെയ്യുന്നവരല്ലേ. അതല്ല, ഇനി അന്ന് കഫേന്ന് കണ്ടത് അവളാകാനും അവനാകാനും ചാൻസ് ഇല്ലേ? നോ, അതവനാ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഓ മൈ ഗോഡ്, ആ കഫേന്ന് അന്ന് ആ കണ്ണ് കണ്ടപ്പോ നിന്റെ തോട്ടത്തിലെ റോസാപ്പൂവൊക്കെ പൂത്തോ? ഇവനല്ലേ പറഞ്ഞേ മണിനാഥം കേൾക്കുന്നോ, കാറ്റ് വീശുന്നോ, ചോന്ന് തുടുക്കുന്നോ? വീശിയടാ വീശി, എന്റെ അടിവയറ്റിലൊരു തണുത്ത കാറ്റ് വീശി. അപ്പൊ ഇനി എന്താ പ്ലാൻ? തപ്പാം. ഇന്ന് ആ കഫേയിൽ പോയി നോക്കാലോ. കിട്ടിയില്ലെങ്കി
ഞാൻ എന്റെ കഴിവ് പുറത്തെടുക്കാം. ഇതെങ്കിലും ഒരു സിനിമയാവുമല്ലോ. ഇവനെന്താ ഈ നിലാവത്ത് അഴിച്ചുവിട്ട കോഴീനെ പോലെ നടക്കുന്നേ? പറയാതെ പോയ പ്രണയാണ് ആ കാണുന്നത്. എനിക്ക് തോന്നുന്നു അവൻ ഇവിടെ ഉള്ളതൊന്നും അല്ലാന്ന്. ശരിയാ, അന്ന് പോയ വഴിക്ക് ഒരു പുല്ല് പോലും മുളച്ചിട്ടില്ല. എടാ, അത് നിനക്കങ്ങ് വിധിച്ചിട്ടില്ല എന്ന് വെച്ചാലോ? എന്നാലും ആ കണ്ണ് എന്റെ മനസ്സിന്ന് പോകുന്നില്ല. വിട്ടുകളയണം. വേദനയാണെന്നറിയാം. പിടിച്ചു നിർത്താൻ മനസ്സ് നിലവിളിച്ചാലും ഇനി പിടിച്ചാൽ പിടി കിട്ടില്ല എന്ന് പറയണം. ഈ വരി ഓർത്താ മതി. ഇതാര് പറഞ്ഞതാ? എന്റെ സ്വന്തം സൃഷ്ടിയാണിത്. എന്റെ അമ്മേ, ഇവിടെ നിൽക്കുന്നതിനും കാട്ടി നല്ലത് സ്റ്റുഡൻസിന്റെ പ്രോഗ്രാം കാണാൻ പോകുന്നതാ. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകല്ലേ കുഞ്ഞോനെ, എന്നെയും കൊണ്ടുപോ. ഇത് മറ്റേ ചെക്കനല്ലേ? ഏത്? എടാ, അന്നാ ലിസയ്ക്ക് വേണ്ടി ഞാൻ പോയത്. ഓ, 11. ആ, വന്നോ? ഇതാണെന്നാ ലിസ പറഞ്ഞ ചെക്കൻ. ഏത്? സ്റ്റേജിലേക്ക് നോക്കടാ. സിദ്ധു, സിദ്ധു, സിദ്ധു. ആ, ഡയഫ്രം പൊട്ടിക്കോ? നീ എന്താ കണ്ണു തുറന്ന് സ്വപ്നം കാണാണോ? It's him. Who? It's him. I am his. He is mine. In the end, it's him and I. അയ്യടാ, അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്കും. എടാ, അന്ന് ഇവനെയാടാ ഞാൻ എന്നാ കഫേന്ന് കണ്ടത്. അതേ കണ്ണുകൾ. എന്റെ മോനെ, ആ ചുണ്ട്. സിദ്ധു, സ്റ്റോപ്പ്. ഇവൻ എത്രയും പെട്ടെന്ന് അവന്റെ കൈ പിടിച്ചേൽപ്പിക്കണം. ഗോൾ പോസ്റ്റ് നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഗോൾ അടിച്ചാ പോരെ? മതി. അപ്പൊ പോയി പറയാ അവനോട്. നീ എന്താ വെയിറ്റ് ചെയ്യുന്നേ? ഏയ്, അങ്ങനെ പോവല്ലേ. ആക്രാന്ത അധികമാണേലും അങ്ങനെ പോയി പ്രപ്പോസ് ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല. അത് ശരി. വെയിറ്റ്, അവൻ പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് പോകണ്ട. ഇതിനൊക്കെ കുറച്ച് കീഴ്വഴക്കങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ പ്രവർത്തിക്കും. ഓക്കെ ഓക്കെ, come on everybody, follow me. Mr. Husband, I am coming for you, ചക്കരേ. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ കാത്തോളണേ. അതെ, ഇങ്ങനെ നിന്നാലൊന്നും അവൻ വരാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നു അവൻ കോളേജിൽ പോലും വരലില്ലാന്ന്. ശരിയാ, ഇതിപ്പോ 2 ദിവസമായില്ലേ. നമ്മള് വരും, അവനെ തപ്പും. ഈവനിങ് ആകുമ്പോ കഫേ പോയിരിക്കും. അറ്റ്ലീസ്റ്റ് അവന്റെ പേരോ നാളോ എന്തേലും അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെങ്കിലും പോയി അന്വേഷിക്കായിരുന്നു. പേരറിയാം, വിവിയൻ. എന്നിട്ടാണോടാ കുട്ടാ കഴിഞ്ഞ 2 ദിവസം മിണ്ടാണ്ടിരുന്നത്? ഇതൊക്കെ ഒന്ന് വാ തുറന്ന് പറഞ്ഞൂടെ? അതിന് നിങ്ങളാരും ഒന്നും ചോദിച്ചില്ലല്ലോ. ഓ, കൊല്ല് കൊല്ല്. എനിക്ക് കൂടുതലൊന്നും പറയാനുള്ള വാക്കുകളില്ല. ഞാൻ പോവാ, ബൈ. അപ്പൊ നാളെന്താ പരിപാടി? കിടന്നുറങ്ങണം, ഫുഡ് കഴിക്കണം. എനിക്കൊന്ന് നാളെ ലൈബ്രറി വരെ പോണം, ഒരു ബുക്ക് കൊടുക്കാനുണ്ട്. എന്നാ ഞാനും ഉണ്ട്. എന്നാ ഞാനും. എന്തിനാ ഇങ്ങനെ ഗോപനും മുള്ളിലെ പട്ടിനെ പോലെ എപ്പോഴും കൂടെ വരുന്നേ? അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും ഞങ്ങൾ 2 പേരും ഒരുമിച്ച് പോയി നാട്ടുകാരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കട്ടെ ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാന്ന്. സോറി, നടക്കൂല.
ആ പോയത് സിദ്ധു അല്ലേ? ആ അങ്ങനെ പറ. എന്റെ പൊന്ന് സിദ്ധു, നീ ഇവിടെ നിന്ന് വെള്ളമിറക്കിയിട്ട് കാര്യമില്ല. അവന്റെ അടുത്ത് പോയിട്ട് കാര്യം പറ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ചെക്കന്മാർ ഇവൻ അടിച്ചോണ്ട് പോകും. ശവത്തില് കുത്തുന്ന വർത്താനം പറയല്ല ഐഷു. പിന്നെ നീ മിണ്ടരുത്. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതിനൊക്കെ ഒരു ടൈമുണ്ട്. അവനെ കാണുമ്പോഴേ എന്റെ ഹാർട്ട് ബീറ്റ് ലെപ്ടപ്പ് ലെപ്ടപ്പ് അടിച്ചോണ്ടിരിക്കും. അവന്റെ ചുണ്ട് നിനക്ക് ഒട്ടും സമയം കളയാനില്ല. നിങ്ങൾക്ക് അവനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ക്യൂട്ട്, ഹാൻസം, ഹോട്ട്, ഹൈ ചെസ്റ്റ് പീസ്. പൊട്ടാ, നിന്റെ മുന്നിൽ കഴിക്കാൻ വെച്ച അൽഫാം അല്ല അത്. ഓ മൈ ഗോഡ്, നീ മാംസപിണ്ഡത്തിനാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? സിദ്ധു, തൽക്കാലം നീ വാ തുറക്കണ്ട. ഞങ്ങള് പറയും അതുപോലെ അങ്ങ് ചെയ്താ മതി. അവനെ കണ്ടാലറിയാം, അവൻ ഒരു ജെന്റിൽമാൻ ആണ്. ഒരു പഠിപ്പി, ക്ലീൻ ആൻഡ് ബ്രില്യന്റ് ആണ്. നിനക്ക് ഇതൊക്കെ ഒറ്റനോട്ടത്തിൽ എങ്ങനെ മനസ്സിലായി? ഒബ്സർവേഷൻ സ്കിൽസ് മച്ചാ. നീ കൂടുതൽ അങ്ങനെ അവനെ നിരീക്ഷിക്കേണ്ട, പ്ലാൻ പറഞ്ഞാ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നീ നിന്റെ സൗന്ദര്യം കൊണ്ടല്ല അവനെ ഇംപ്രസ് ചെയ്യിപ്പിക്കേണ്ടത്, ബുദ്ധി കൊണ്ടാണ്. നീ ഈ ബുക്ക് എടുത്ത് അവന്റെ അടുത്തേക്ക് ചെല്ലണം. എന്നിട്ട് ഇതിലെ ഒരു സങ്കീർണമായ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നീ അവനോട് ഡൗട്ട് ചോദിക്കണം. വളരെ ജെന്റിലായിട്ട് ചോദിക്കണം. ദയവ് ചെയ്ത് അവന്റെ മുമ്പിൽ എത്തുമ്പോ കൺട്രോൾ കളയരുത്. ഇതിലിപ്പോ സങ്കീർണമായ ചോദ്യം പോയിട്ട് ടോപ്പിക് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലേതെങ്കിലും ഒരു ടോപ്പിക് ഐഷു എഴുതി തരും, നീ അത് ചോദിച്ചാ മതി. ഡൗട്ട് ക്ലിയർ ചെയ്ത് കഴിയുമ്പോ നീ ഇങ്ങനെ പറയണം: താങ്ക് യു, ബൈ ദ വേ പേരെന്തായിരുന്നു? അപ്പൊ അവൻ അവന്റെ പേര് പറയും. പിന്നെ നീ നിന്റെ പേര് പറയും. മനസ്സിലായോ? 10. ഒരു ഡെമോ കാണിക്കേ. എക്സ്ക്യൂസ് മീ, ഞാനൊരു ഇൻവേർട്ടർ ആണ്. സോറി, ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്. മണ്ണാങ്കട്ട. എടാ, ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്ന മണ്ണേ, ഇങ്ങനെ പോയാ നീ മൂഞ്ചു, ഉറപ്പാ. താങ്ക്സ് ഫോർ ദ മോട്ടിവേഷൻ അളിയാ. ഞാൻ പോയിട്ട് വരാം. അയ്യോ, എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? ആർക്കടെ വായിൽ വരുന്നത് പറയാം. എക്സ്ക്യൂസ് മീ. ഹായ്, സോറി ഫോർ ഡിസ്റ്റർബിംഗ്. ഞാൻ ഇവിടുത്തെ IND കോളേജിലാണ് പഠിക്കുന്നത്. ക്യാൻ യു പ്ലീസ് ഹെൽപ് മീ ടു ക്ലിയർ ദിസ് ക്വസ്റ്റ്യൻ? IND കോളേജിൽ പഠിക്കുന്ന ആൾക്ക് എന്തിനാ 10ാം ക്ലാസ്സിന്റെ ഗൈഡ്? ഗൈഡോ? ഓ യാ, യു ആർ റൈറ്റ്. ആക്ച്വലി എനിക്ക് കണ്ണ് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനാണെങ്കിൽ സ്പെക്സ് എടുക്കാനും മറന്നുപോയി. അപ്പൊ ബായ. എന്താടാ, റിജക്ട് ചെയ്തോ? നീ എന്തുകൊണ്ട് ഇത് 10ാം ക്ലാസ്സിന്റെ ഗൈഡാന്ന് പറഞ്ഞില്ല? ആ ശരിയാ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ബെസ്റ്റ്. അയ്യോ, പോയേ, എല്ലാം പോയേ. നീ 10ാം ക്ലാസ്സിലാ പഠിക്കുന്നതെന്ന് പറഞ്ഞാ പോരായിരുന്നോ? അപ്പൊ പ്രശ്നം കൊള്ളായില്ലേ? മൂക്കില് പല്ല് മുളയ്ക്കാനായി എന്നെ കണ്ട അവന് മനസ്സിലാവൂലല്ലോ. അയ്യോ, എന്താ നീ എന്തിനാ എന്നെ നോക്കുന്നത്? എന്റെ പ്ലാൻ പെർഫെക്റ്റാ. യു ഗൈസ് വെയിറ്റ് ഹിയർ, ഞാൻ ഇപ്പൊ വരാം. എക്സ്ക്യൂസ് മീ, ആക്ച്വലി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ടിന് നിന്നെ ചെറിയൊരു ഇഷ്ടമുണ്ട്. ഇഷ്ടം കേട്ടിട്ടില്ലേ? പ്യാർ, മൊഹബത്ത്, ലവ്. സോറി, ഐ ആം ഇൻടു മെൻ. ഓക്കെ ദെൻ, ബൈ. ആ ചെക്കനെ പ്രാന്താടാ, അവൻ ഒറ്റ ഡയലോഗേ പറഞ്ഞു. ഐ ആം ഇൻടു മെൻ. ഇവനെ വായ തുറക്കുന്നത് ഇത് പറയാനാണോ? എടാ, എനിക്ക് തോന്നുന്നു അവൻ നിനക്ക് സെറ്റ് ആവൂലെന്ന്. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അവരെ തന്നെ മതി. റിച്ചു, റിച്ചു. എന്താടാ? എനിക്ക് ഉറക്കം വരുന്നില്ലടാ. ഉറങ്ങുന്നവനെ ഉണർത്തിയിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറയാൻ നാണം ഉണ്ടോടാ നിനക്ക്?
നീ എന്തേലും ഒന്ന് ചെയ്യടാ. ഈ നട്ടപ്പാതിരിക്ക് ഞാൻ എന്ത് ബല പറിക്കാനാ? നിങ്ങൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, ഞാൻ കാരണല്ല നീയോ ഐഷും സെറ്റായേ. ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ. എടാ എനിക്ക് അവനെ ഇഷ്ടാടാ. ഞങ്ങൾക്കത് അറിയാലോ, അതുകൊണ്ടല്ലേ ഓരോന്ന് പറഞ്ഞു തന്നത്. അറിയാടാ, നിങ്ങൾക്കെല്ലാം അറിയാം. എന്നിട്ടൊരു മുള്ളുസൂചി പോലും അനക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. എടാ ഷൊണ്ണാപ്പി, ഈ വെളുപ്പംകാലത്ത് നിന്റെ അപ്പം കൊണ്ടുവച്ചിട്ടുണ്ട് അവിടെ സൂചി നൂലും. നീയും പോയി ഒന്ന് കിടന്നുറങ്ങടാ, നമുക്ക് രാവിലെ എല്ലാം സെറ്റാക്കാം. പിങ്കി പ്രോമിസ്, ഒന്ന് വാ പൂട്ടി വെച്ച് ഉറങ്ങോ, ഞാൻ കാല് പിടിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. നീ ഈ രാവിലെ തന്നെ എങ്ങോട്ടാ? കോളേജിലേക്ക്. 7 മണിക്കോ? ആ, നിങ്ങളിങ്ങനെ സ്ലോ ആവല്ലേ, വേഗം വേഗം നോക്ക്. ടാർഗറ്റ് ലോക്ക്ഡ്. എല്ലാവരും ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ അവിടേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓവർ. ഐഷു, എന്തൊരു തലവരി. എന്തൊക്കെ പോയി പറയണം? എന്നെ കുറിച്ച് നല്ലോണം അങ്ങ് പൊക്കിയടിച്ചോ. ഓഹോ, എത്ര പൊക്കണം? ലൈക്ക് ഈ കോളേജിൽ ഇത്ര സുന്ദരികളും സുന്ദരന്മാരും ഉണ്ടായിട്ടും ഇതുവരെ ഞാൻ ആരെയും നോക്കിയിട്ടില്ല. എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ നോക്കിയിരിക്കായിരുന്നു. പിന്നെ ഈ റിച്ചുവിന് പണ്ട് എന്നെ ഇഷ്ടമായിരുന്നു. ഓടാ, ആടാനൊക്കെ സ്ക്രിപ്റ്റിലാടാ, വായിച്ചോ. എന്തായാലും ബാക്കി ഞാൻ പോയി നോക്കിയിട്ട് പറയാം. അതെ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ? ഇറ്റ്സ് നോട്ട് മൈ പ്രോപ്പർട്ടി. യു ക്യാൻ സിറ്റ് വെയറെവർ യു വാണ്ട്. ഫസ്റ്റ് ഇയർ ആണോ? നോ, ഫൈനൽ ഇയർ. ഓ, പക്ഷേ ഞാൻ ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഈ കോളേജിലുള്ള എല്ലാവരെയും കണ്ടിട്ടുണ്ടോ? ആക്ച്വലി എനിക്കൊരു കാര്യം. സോറി, ഐ ആം ഇൻ ടു മെൻ. അതിന് ഞാൻ നിന്നോട് അത് ചോദിച്ചോ? എങ്ങോട്ടാ? അവിടെ നിന്നോണം. ഒരടി എങ്ങനെ മുന്നോട്ട് വെച്ചാലാ. മര്യാദക്ക് പറയാനല്ലത് അവനോട് പറഞ്ഞിട്ട് ഞങ്ങളോട് വന്നാ മതി, അല്ലെങ്കിൽ അവനോട് പോയിക്കോ. ഹായ്, ഞാൻ കഴിഞ്ഞ ദിവസം ലൈബ്രറിയിൽ നിന്ന്. ഐ എം സിദ്ധാർത്ഥ്. സിദ്ധു എന്ന് വിളിക്കും. ഹായ്, യുവർ സ്വീറ്റ് നെയിം? വിവിയൻ. ഓക്കെ, ഞാൻ വിവി എന്ന് വിളിക്കാം. കാര്യങ്ങളൊക്കെ ഐഷു പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, പറഞ്ഞില്ലേ? അതായത് ഞാനൊരു ബോയ് ആണല്ലോ, നീയും ഒരു ബോയ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട്സ് ആവാം. അതെ, നമുക്ക് ഫ്രണ്ട്സ് ആവാലോ അല്ലേ? മനസ്സിൻ മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല, ഫ്രണ്ട്സ്. എടാ, കൈ കൊടുത്തടാ. ഞാനെന്നാ പോട്ടെ, ബൈ. ഓക്കെ, ബ്രേക്കിന് കാണണം. ദേ അവൻ ചിരിക്കുന്നു. കൺഗ്രാറ്റ്സ്. ഡോണ്ട് ടച്ച്. ആരും എന്റെ കയ്യിൽ പിടിക്കരുത്, ഇതെന്റെ വിവിക്കുള്ളതാ. അവൻ എസ് പറഞ്ഞോ? അതിന് ഞാൻ അവനെ പ്രപ്പോസ് ചെയ്തില്ല. ബട്ട് അവൻ ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞു. ബ്രേക്കിന് കാണാന്നും പറഞ്ഞു. അപ്പൊ ഇതിനാണ് അത്രയും നേരം ഞങ്ങൾ കഷ്ടപ്പെട്ടത്. നീ എങ്ങനെയാ പോകുന്നേ? ബസ്. എന്നാ ഇന്ന് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും.
നോ വിവി, ഞങ്ങൾ എന്തായാലും ആ റൂട്ടാണ്. കമോൺ. ഓക്കെ, നമ്മളിനി എത്ര ദിവസം ഈ റൂട്ട് പോണം? ഇനി അങ്ങോട്ടേക്കുള്ള ദിവസം നമ്മൾ അത് കൂടെയാണ്. വണ്ടർഫുൾ. പോയി ബാഗ് കയറടാ. ഈയടാ, അത് പള്ളി പോയി പറഞ്ഞാൽ മതി. പുറകില് പോയി കയറടാ പട്ടി. ഓഹോ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഹായ് വീതി കയറൂ. എന്നെ ആ ലെഫ്റ്റ് സൈഡിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. ഓക്കെ, ബൈ ബൈ. ബൈ വിവി. ബൈ സ്വീറ്റി. ബൈ ക്യൂട്ടി. ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല. ഞാൻ എത്രയായി നിന്റെ പുറകെ നടക്കുന്നു? എന്നെ കാണാൻ ഇത്ര ഭംഗിയില്ലേ? പിന്നെ എന്താ തിരിച്ചിഷ്ടാന്ന് പറഞ്ഞ? നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെയാ. നീ നിന്റെ കാലം മുന്നോട്ടോ പുറകോട്ടോ എങ്ങോട്ടാന്ന് വെച്ചോ, പക്ഷെ അവന്റെ നെഞ്ചത്തോട്ട് വെക്കണ്ട. Who are you? His boyfriend. What? Yes. എന്റെ ശിവനെ, എനിക്ക് കൺട്രോള് തരണേ. നീ ഫുഡ് കഴിച്ചോ? ആ. നിനക്ക് ഈ ഒറ്റവാക്യത്തിലല്ലാണ്ട് സംസാരിക്കാൻ അറിയില്ലേ? അതെന്താ? ഒന്നുമില്ല. പിന്നെ ഇന്ന് അവളോട് ബോയ്ഫ്രണ്ടാന്ന് പറഞ്ഞത് ഇറ്റ്സ് ഫൈൻ. ഫൈൻ? അപ്പം അതൊരു പ്രശ്നമല്ല? അല്ല, അപ്പത്തെ സിറ്റുവേഷനിൽ പറഞ്ഞതല്ലേ. ആ ശരിയാ. നിനക്ക് റിലേഷൻ ഉണ്ടോ? ഇല്ല. അതെന്താ? ഞാൻ ഡീസന്റ് ആണ്. നിനക്കോ? ഞാനും ഡീസന്റ് ആണ് നിന്നെ പോലെ. ബട്ട് എനിക്കൊരു ഇഷ്ടമുണ്ട്. എന്നാ ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. എന്താ ഇത്ര നേരത്തെ? നേരത്തെയോ? നീ ആ ക്ലോക്കിലൊന്ന് സമയം നോക്ക്. ഓ ശരിയാ. ഗുഡ് നൈറ്റ്. I love you. അമ്മേ, എന്താടാ നീ പ്രേമിച്ചോ? പക്ഷെ ബാക്കിയുള്ളവരുടെ ഉറക്കം കളഞ്ഞിട്ടാവരുത്. ചെവിന്റെ മൂട്ടിൽ വന്നിട്ട് അവന്റെ കുശു കുശു കുശു. സോറി സോറി. നാളെ മുതൽ നീ ഒറ്റയ്ക്ക് കിടന്നോ, ഞാൻ അതിൻ്റെ കൂടെ കിടന്നോളാം. അല്ല, നിന്റെ വിവി എന്ത് പറയുന്നു? അവൻ സുഖമായിട്ടിരിക്കുന്നു. അവനിപ്പോ കൂടെ ഉള്ളപ്പോ എനിക്ക് എന്തൊക്കെയോ ഒരു ഫീലാണ്. ഈ വിവീനെ ഞങ്ങൾക്കും കൂടെ ഒരു ദിവസം പരിചയപ്പെടുത്തി തന്നൂടെ? ശരിയാ, എന്നിട്ട് വേണം ആ കൊച്ചിനൊന്ന് ഉപദേശിക്കാൻ. മാമി, ദിസ് ഇസ് ടു മച്ച്. ഒരു മകനെ പ്രേമിക്കാനുള്ള ടിപ്സ് പറഞ്ഞു തരുന്നതിന് പകരം നിരുത്സാഹപ്പെടുത്തുന്നോ? ഈ വിവീനെ ഞങ്ങൾക്കും കൂടെ ഒരു ദിവസം പരിചയപ്പെടുത്തി തന്നൂടെ? അല്ല, നീ അവനോട് കാര്യം തുറന്നു പറഞ്ഞോ? ഇല്ല, പറയണം. എന്നാ പെട്ടെന്നായിക്കോട്ടെ. അടുത്ത വെക്കേഷൻ നിങ്ങളോട് അവനും വേണം ഇങ്ങോട്ട്. ഓക്കെ അച്ഛാ, എന്നാ ഞാൻ പോട്ടെ. ബൈ. അല്ല, നിനക്ക് കമ്മിറ്റഡ് ആവാൻ വല്ല പ്ലാനും ഉണ്ടോ? ഓഫ് കോഴ്സ് യെസ്. എന്ത് ചോദിച്ചാലും യെസ്. നിനക്ക് യെസ് അവനെ കൊണ്ട് പറയിച്ചൂടെ? ഇനി എത്ര നാൾ ഈ ഫ്രണ്ട്സ് കാർഡ് കളിച്ച് നടക്കും നീ? ഇങ്ങനെ പോയ അവന്റെ കല്യാണത്തിന് നമുക്ക് പോയി ബിരിയാണി തിന്നാം. നോ, അവനെ കെട്ടുന്നവന്റെ കൈ ഞാൻ വിട്ടു. ഇനി മുതൽ ഞങ്ങൾ ഒഫീഷ്യലാവും. നോക്കിക്കോ, അവന് സെറ്റ് ആവുന്നത് വരെ ഞാൻ ഇനി ബിരിയാണി കഴിക്കൂല. ഓൺലി മന്തി. ബെസ്റ്റ്. അവൻ ഇടയ്ക്കിടയ്ക്ക് കോളേജിൽ വരാത്തത് എന്തുകൊണ്ടാ? അവൻ ഇനി വല്ല ബോയ്ഫ്രണ്ടും ഉണ്ടോ? ഇനി അവന്റെ കൂടെ കറങ്ങാൻ പോകുന്നതാണോ? ഏയ്, അവന് ബോയ്ഫ്രണ്ടൊന്നുമില്ല. ഞാൻ
ഞാനിപ്പോ വരാട്ടോ. ഹായ്, അകത്തോട്ട് വരാലോല്ലോ അല്ലേ? നീ വരുന്നില്ലേ? സ്വന്തം വീടുപോലെ കരുതിയാ മതി. വാ. നീ എന്താ ഇവിടെ? നിന്നെ കാണാൻ വന്നത്? ഇവിടെ ഈ ചായ ജ്യൂസ് കൊണ്ടുവരാൻ ആരുമില്ല. നിന്റെ കസിൻ എവിടെ? ഞാനിവിടെ ഒറ്റയ്ക്കാ താമസം. നീയല്ലേ ഏതോ കസിന്റെ അടുത്ത താമസം എന്ന് പറഞ്ഞേ? അപ്പൊ അതെന്തിനാ? ഫോർ സേഫ്റ്റി. യാരടാ നീ? എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. വല്ല മാഫിയ അങ്ങനെ എന്തേലും ആണോ? കോളേജിൽ വരില്ല, നൈറ്റ് മാത്രമേ ഫോൺ യൂസ് ചെയ്യൂ, ഇത്രയും സെറ്റപ്പ് വീട്ടിൽ ഒറ്റയ്ക്ക് താമസം. ഇനി എന്നെ കൊല്ലാൻ വല്ല പ്ലാനും ഉണ്ടോ? നീ എന്തിനാ വന്നേ? നിന്നെ കാണാന്ന് പറഞ്ഞില്ലേ? ഓക്കെ, നൗ ലീവ്. ഐ എം നോട്ട് ഇൻ എ ഗുഡ് മൂഡ്. ഏയ്, അങ്ങനെ പറയരുത്. നമുക്കൊന്ന് പുറത്തു പോയാലോ? ജസ്റ്റ് ഫോർ എ വാക്ക്. നോ. നീ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? ഫ്രണ്ട്സ് ആവുമ്പോ ഇതൊക്കെ അറിഞ്ഞിരിക്കും. ഓ, ചിരിച്ചല്ലോ, സമാധാനായി. നീ ഫുഡ് കഴിച്ചോ? ഇല്ല. അതെന്താ? വയ്യേ നിനക്ക്? ഓക്കെ, എന്നാ നമുക്ക് പുറത്തു പോയി കഴിക്കാം. വേണ്ട, ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിച്ചോളാം. ഓ, എന്നാ ഇന്ന് ഞാൻ ഉണ്ടാക്കാം. ആ, എന്താ എന്താ പറ്റി? കൈയൊന്ന് പൊള്ളിയതാ. നിനക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലല്ലേ? ആ, ഇല്ല. അപ്പോ ഈ കാണിച്ചു വെച്ചതൊക്കെ യൂട്യൂബ്. അറിയാത്ത പണിയാണെങ്കിൽ ചെയ്യാൻ നിൽക്കരുത്. മാറ്, ഞാൻ ചെയ്തോളാം. അതെ, കുക്ക് ചെയ്യാൻ അറിയൂലെന്നേ ഉള്ളൂ, കട്ടിങ് ഷേവിംഗ് ഒക്കെ അറിയാം. നീ എന്താ ഈ ഇടയ്ക്കിടയ്ക്ക് കോളേജ് ലീവാക്കുന്ന? എനി പ്രോബ്ലംസ്? ഓക്കെ ആണെങ്കിൽ പറഞ്ഞാ മതി. ഞാൻ ഈ കോളേജിൽ വരുന്നതിന് മുന്നേ 1 ഇയർ ബാക്ക് ഞാൻ വേറൊരു കോളേജിലായിരുന്നു. ഫസ്റ്റ് ഇയറിൽ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ലേറ്റർ ഐ സെഡ് ദാറ്റ് ടു ഹിം. അവനും തിരിച്ചിഷ്ടാന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഹി വാസ് ജസ്റ്റ് യൂസിങ് മീ. അങ്ങനെ ആ കോളേജ് ഫുള്ള് ഞാൻ ഗേ ആണെന്ന് അറിഞ്ഞു. എന്റെ എല്ലാ ഫ്രണ്ട്സും എന്നെ ഒറ്റപ്പെടുത്തി. പീപ്പിൾ സ്റ്റാർട്ടഡ് ടു ബുള്ളി മീ. ഒരു ദിവസം അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അവനും അവന്റെ ഫ്രണ്ട്സും എന്നെ ഒരു ഡ്രസ്സിംഗ് റൂമിൽ പൂട്ടിയിട്ടു. ആ രാത്രി അവരെല്ലാരും എന്നെ ഐ ഡോണ്ട് ഈവൻ ലൈക്ക് ടു റിമെമ്പർ ദാറ്റ്. ഇതറിഞ്ഞ പാരന്റ്സും എന്നോട് അവർക്ക് ഇങ്ങനത്തെ ഒരു മോനില്ല, വീട്ടിൽ നിന്ന് അറിയിക്കോളാനും പറഞ്ഞു. 1 വർഷം ഡിപ്രഷനും മെന്റലി കുറെ ഇഷ്യൂസ് ഒക്കെ വന്നു. അപ്പോഴൊക്കെ എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നത് എന്റെ ഒരു കസിൻ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡുമാണ്. അവരാണ് എനിക്ക് ഈ കോളേജിൽ അഡ്മിഷൻ റെഡിയാക്കി തന്നതുമല്ല. പക്ഷേ ഈ കോളേജിൽ എത്തിയിട്ടും എനിക്ക് ആ പഴയ വിഷ്വൽസ് തന്നെ മൈൻഡിലേക്ക് വരും. ഇവിടെ എത്തിയപ്പോ എനിക്ക് ആരുമായിട്ടും കണക്ഷൻ വെക്കാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു. അതാ ആര് വന്ന് ചോദിച്ചാലും ഒരൊറ്റ ഡയലോഗ്, ഐ ആം ഇൻ ടു മെൻ. ഇനി ആരെന്ത് ചിന്തിച്ചാലും ഒരു കുഴപ്പമില്ലാന്ന് തോന്നി എനിക്ക്. ബട്ട് ഐ റിയലൈസ്ഡ് ഈ കോളേജിൽ ഇറ്റ് വാസ് ഫൈൻ. പിന്നെ നിങ്ങളുമായിട്ട് കമ്പനി ആയപ്പോ ഐ എം സ്റ്റാർട്ടിങ് ടു ഫീൽ ബെറ്റർ നൗ. ആരോടും മിണ്ടാതെ ഇരുന്ന എല്ലാ പ്രശ്നം സോൾവ് ആവുന്ന ഉറപ്പുണ്ടായിരുന്നോ? ഇല്ല. ബട്ട് ഐ തോട്ട് ഇറ്റ് വാസ് ബെറ്റർ. ആർക്കും നമ്മളൊരു ശല്യാവില്ലല്ലോ. അല്ലേലും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെ അക്സെപ്റ്റ് ചെയ്യാത്ത? അന്ന് വീട്ടുകാരെ ഇറക്കി വിട്ടത് നന്നായി.
ഏ അല്ല, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവിടെ എത്തിയത്. എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഐ ആം ഓൾസോ ഇൻടു മെൻ. അറിയാം. എന്നിട്ടാണോ ഈ ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡ്? മീ? യാ യു. നോ വേ. ഞാൻ ഇങ്ങനെയാ. നീ ഇങ്ങനെയായ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ? ഐ ലവ് യു. ഇപ്പൊ എസ് പറയണ്ട, ആലോചിച്ചിട്ട് എസ് പറഞ്ഞാ മതി. ബൈ. ഒരുങ്ങുന്നത് കണ്ടില്ലേ? ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്ക് നാൺ വരുന്നുണ്ടോടാ? ഇവനൊരു പെണ്ണായിരുന്നെങ്കിൽ സോ ക്യൂട്ട്. ഡാ ഡാ, അന്നീന്റെ സ്വത്ത് ആഗ്രഹിക്കരുതേ. ഹായ് ഹായ്. എന്നാ നമുക്ക് പോവാം. അടുത്ത ബ്രേക്കിന് കാണാം. ഓക്കെ ബൈ. ഇന്നലെ പറഞ്ഞതിനൊരു മറുപടി കിട്ടിയില്ല. നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി എന്നല്ലേ പറഞ്ഞേ? പറയാം. പറയുന്നത് അതുപോലെ ചെയ്യുന്ന ഒരു നല്ലവനായ ഉണ്ണി. വെയിറ്റ് ചെയ്യാം. അല്ല, നാളെ എന്നിട്ട് ഇപ്പൊ എന്താ പ്ലാൻ? നാളെ എന്ത് പ്ലാൻ? ഒരു പ്ലാനും ഇല്ലല്ലോ. അല്ല, അപ്പൊ നാളെ സർപ്രൈസ് പാർട്ടി ഒന്നുമില്ലേ? എന്തിന്? ബെസ്റ്റ്. നാളെ വിനീന്റെ ബർത്ത്ഡേ ആണടാ. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞേ? സ്നാപ്ചാറ്റ്. അവൻ സ്നാപ്ചാറ്റിലുണ്ടോ? അല്ല, എന്നിട്ട് അവൻ എന്താ എന്നോടൊന്നും പറയാത്ത? പറയാത്ത സ്ഥിതിക്ക് എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ആവിയില് മഞ്ഞളിട്ട് പുഴുങ്ങാൻ വെച്ച കൂന്തളിനെ പോലെ ഉണ്ട്. നിന്റെ ചുണ്ടില് നീ എന്താ വാരി തേച്ചേ? അത് നിന്റെ മേക്കപ്പ് ബോക്സിൽ നിന്ന് കിട്ടിയ ലിപ് ബാം ആണ്. സെക്സി ലിപ്സ് ആയില്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. നീ ഒന്ന് കണ്ണാടി പോയി നോക്ക്. അയ്യോ, എന്താ ഇത്? അതൊക്കെ തുടച്ചിടാ. എന്നിട്ട് മനുഷ്യരൂപത്തിൽ പോയാ മതി ഇവിടുന്ന്. അതെ, ഇതൊക്കെ നടക്കുവോ? നടക്കണല്ലോ. നമ്മള് പോകുമ്പോ അവനവിടെ ഇല്ലെങ്കിലോ? നീ എന്ത് കാര്യത്തിലും നെഗറ്റീവാണല്ലോ ഉണ്ണി. വീടെത്തി. ഇറങ്ങിക്കോ. നിനക്ക് ഇത്ര കറക്റ്റായിട്ട് എങ്ങനെ അറിയാ? സിദ്ധു എന്ന സുമ്മാവാ. അയ്യോ പട്ടി. ആരും അനങ്ങരുതേ. അയ്യോ ചുട്ടുമണി, കുറയ്ക്കല്ലടാ പ്ലീസ്. ഇതെന്തിനാ ഇങ്ങനെ കുറയ്ക്കുന്നേ? പിന്നെ പട്ടികള് കുര വീടോ? ഒന്നും മിണ്ടാണ്ടിരിക്കേ. എന്നാലും കഴിഞ്ഞ ദിവസം വന്നപ്പോ ഇതിവിടെ ഇല്ലായിരുന്നല്ലോ. എന്താ പറഞ്ഞേ? കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറയായിരുന്നു. കുരയ്ക്കല്ലടാ പട്ടി, നല്ല അനുസരണയുള്ള പട്ടി. ഒച്ചയുണ്ടാക്കരുത്. അവഞ്ചേഴ്സ് അസംബിൾ. എങ്ങോട്ടാ? കോളിംഗ് ബെല്ലടിക്കാൻ. അയ്യടാ, ഞാൻ പിന്നെന്തിനാ? യു ക്യാരി ഓൺ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. അതിന് എന്റെ ബർത്ത്ഡേ ഇന്നല്ലല്ലോ.
എന്റെ ബർത്ത്ഡേ ഇന്നല്ലാന്ന്. പോടാ. അപ്പൊ സ്നാപ്ചാറ്റിലെ ഡേറ്റ് എന്താണല്ലോ? അത് ഞാൻ വെറുതെ ഒരു ഡേറ്റ് ഇട്ടതാ. അറ്റ്ലീസ്റ്റ് നിനക്കൊന്ന് ഞെട്ടായിരുന്നു. നിങ്ങൾ വരുന്നത് ഞാൻ CCTV-യിലൂടെ കണ്ടിരുന്നു. ഓ, ഹൈടെക്. ബാൽക്കണിയിലൂടെ ചാടിയാ മതിയായിരുന്നു. ഇത് ഫ്ലോപ്പായ സ്ഥിതിക്ക് ഐഷോ. ഓ ആ സിത്തു, will you be my boyfriend? Of course, yes. 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 എന്നാലും ഇതൊക്കെ എപ്പോ? ഇതൊക്കെ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചതാ. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. സോ സോറി ഡിയർ. ഇന്ന് എല്ലാവർക്കും ഇവിടെ സ്റ്റേ ചെയ്തൂടെ? അത് നീ പറഞ്ഞില്ലേലും ഇന്ന് ഞങ്ങൾ ഇവിടെയാ. ഞാനൊന്ന് പോയി കിടക്കട്ടെ. വല്ലാത്ത ക്ഷീണം. എനിക്കിതെല്ലാം ഒരു സ്വപ്നം പോലെയാ തോന്നുന്നു. എനിക്കും. നിന്റെ പാരന്റ്സ് ഒക്കെ ആയിരിക്കോ? അവരായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാവും. അപ്പൊ നിന്നെയും കൂട്ടി ഒരു ദിവസം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ വീക്കെൻഡ് പോയാലോ? ഓക്കെ. കോളേജിൽ പോകുമ്പോ നിന്നെ കുറിച്ച് എല്ലാവരും എന്തെങ്കിലും പ്രശ്നമാവോ? അതിനെന്താ, ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. ഓക്കെ? എന്താ, സ്റ്റിൽ സംതിങ് ഈസ് മിസ്സിംഗ്. എന്ത്? മുത്തുകൾ. എന്താടാ, ഒന്ന് വാതിലൂർക്കോ? ഒരു കാര്യം പറയാനാ. നാളെ പറഞ്ഞാ പോരെ? ഏയ് പോരാ, നശിപ്പിച്ച്. എന്റെ മൂട് പോയി. എന്താടാ? അതെ, ഇത്രയും ദിവസം എന്റെ ഉറക്കം കളഞ്ഞതല്ലേ നീ? ഇന്നിപ്പോ അങ്ങനെ സുഖമായിട്ട് നീ ഉറങ്ങുന്നു വിചാരിക്കണം.